എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള ഒരു തോരാനാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരാനാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 ചേമ്പിൻ്റെ തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനവിടെ ചെറിയ ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇലയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്കിതിനെ ഒന്ന് അതിൻ്റെ ആ തോടെല്ലാം ഒന്ന് കളയണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കളയാൻ പറ്റും. ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ അതിൻ്റെ ആ പച്ച തോലെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ നാടൻ കറികളാണ് വെച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതുപോലത്തെ ചേമ്പിൻ തണ്ട് അതുപോലെ തന്നെ ചേനത്തണ്ടൊക്കെ കൊണ്ടുള്ള കറികളായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ അധികം ആരും വയ്ക്കാറില്ല. പക്ഷേ ഇതിൻ്റെ സ്വാദാണെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ, അത്ര നല്ല സ്വാദാണ്. അപ്പം ഞാനതിവിടെ അതിൻ്റെ തോടെല്ലാം ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ജീരകവും കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കറിവേപ്പിലയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കടുകും ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ, അധികം വയന്ന് പോവണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കറക്കി മാത്രമേ എടുത്തിട്ടുള്ളൂ, അധികം അരഞ്ഞു പോകാനൊന്നും പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചേമ്പിൻ്റെ തണ്ട് പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് നമ്മൾ അരപ്പൊന്ന് ആദ്യം അതിനെ ഒന്ന് വശക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വച്ചിരിക്കുന്ന ആ ചേമ്പിൻ്റെ തണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ട് ചേർക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കിയ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല. നമ്മളിതിനെ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആ ഒരു അരപ്പും അതുപോലെ തന്നെ ചേമ്പിൻ്റെ തണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെന്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് ഒന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഇവിടെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി വെള്ളവും ഒന്നും ചേർത്തിട്ടില്ല. ആ ഒരു ചേമ്പിൻ്റെ തണ്ടിൽ തന്നെ നല്ലതുപോലെ ഈ വെള്ളമുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിലാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ചേമ്പൻ തണ്ട് തോര ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു തോര മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഈ ഒരു പച്ചക്കറികൾ കളയാതെ നമ്മൾ വില കൊടുത്ത് വിഷങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും നമ്മൾ ഇതുപോലത്തെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഒപ്പമൊക്കെ വേറെ കറികളൊന്നും വേണ്ട. ഈ ഒരു തോരാനും പിന്നെ ഒരു നെല്ലിക്ക അച്ചാറോ അല്ലെങ്കിൽ നാരങ്ങ അച്ചാറോ ഒരു പപ്പടമോ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം കേട്ടോ.